സിപിഎമ്മിന്റെ ഭീഷണി രാഷ്ട്രീയത്തിൽ പൊലിഞ്ഞത് മറ്റൊരു ജീവൻ കൂടിയാണ്. കടുത്ത സമ്മർദ്ദമായിരുന്നു BLOയുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞപ്പോൾ അത് ജോലി സമ്മർദ്ദമാണ് എന്നാണ് പലരും വിചാരിച്ചത്. CPM തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതും അങ്ങനെ തന്നെ. പക്ഷേ അതായിരുന്നില്ല സത്യം. ജോലിക്ക് മേൽ CPM ചെലുത്തിയ സമ്മർദ്ദമായിരുന്നു BLOയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. നിർണായക ഓഡിയോ സന്ദേശമായിരുന്നു കോൺഗ്രസ് പുറത്തുവിട്ടത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് CPM ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന്. അനീഷും കോൺഗ്രസ് BLO വൈശാഖും തമ്മിലുള്ള ശബ്ദ സന്ദേശമായിരുന്നു പുറത്തുവിട്ടത്. അനീഷ് ജോർജ് എന്ന BLO ആയിരുന്നു ആത്മഹത്യ ചെയ്തത്. അതിൽ പറയുന്നത് വീടുകൾ തോറുമുള്ള SCR ഫോം വിതരണത്തിൽ വൈശാഖിനെ ഒപ്പം കൂട്ടരുത് എന്ന CPIM ഭീഷണിപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, കൊങ്കോൽ പഞ്ചായത്തിൽ BLOമാരെ നിയന്ത്രിച്ച് അവിടെ CPM കള്ളവോട്ട് ചെയ്യാറുണ്ട്. അതിന് സാഹചര്യം ഒരുക്കുവാനാണ് അനീഷ് ഭീഷണിപ്പെടുത്തിയതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ആ ശബ്ദരേഖ. ഇനി ഞങ്ങളുടെ കയ്യിൽ പാപക്കറയില്ല എന്ന് എങ്ങനെ CPMന് പറയാനാവുക? തീർന്നില്ല, CPM സമ്മർദ്ദമാണ് എന്ന് പറയുന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ജില്ലാ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആയിരുന്നു ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. വൈശാഖിനോട് ഫോം വിതരണത്തിന് കൂടെ വരരുത് എന്ന BLO അനീഷ് പറയുന്നതടക്കമുള്ള ഓഡിയോ ആണ് പുറത്തുവിട്ടത്. വൈശാഖ് വരുന്നതിൽ എതിർപ്പുണ്ട് എന്നും കാര്യം എന്താണെന്ന് പിന്നെ പറയാമെന്നടക്കം പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. താൻ BLO ആണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എതിർപ്പ് എന്നടക്കം വൈശാഖ് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. BLOയെ വല്ലാത്ത മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുത്തിയതിൽ പിന്നിൽ CPM ആണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അനീഷിന്റെ കൂടെ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനും DYFI നേതാവ് പ്രമോദും വീടുകളിൽ ഫോം നൽകാൻ പോയി എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. CPMന്റെ അതിപ്രസരമുള്ള പഞ്ചായത്താണ് കങ്കോൽ. BLO ആയ റഫീഖ് ശക്തമായി ഭീഷണിപ്പെടുത്തിയെന്നും അനധികൃത വോട്ടുകളാണ് അവിടെ നടക്കുന്നതെന്നും വോട്ടർ പട്ടിക പരിഷ്കരണം വന്നാൽ പരിശോധന നടക്കുമെന്നും അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം കള്ളവോട്ടുകളായി മാറുമെന്നും വൈശാഖിനെ ഒഴിവാക്കിയതിൽ പിന്നിൽ അതാണ് കാരണമെന്ന് കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. CPM തടയുമെന്ന് പറഞ്ഞതുകൊണ്ട് വൈശാഖ് പിന്നെ പോയിട്ടില്ല. വൈശാഖിനെ കൂട്ടിയാൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. കൂടാതെ വീടുകളിലേക്ക് എന്യൂമറേഷൻ ഫോമുമായി പോകുന്നതിന് 3 പ്രധാന മുന്നണികളുടെയും നേതാക്കന്മാർ അനീഷിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ വീട് കയറാവൂ എന്നതായിരുന്നു നിർദ്ദേശം. പ്രതികരിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ആശങ്ക അനീഷ് സഹപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ചിന്തയും ജീവനൊടുക്കാൻ കാരണമായി എന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനീഷിന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ CPMന് എതിരാണെന്ന് പറയുമ്പോൾ അതിനെയെല്ലാം തേച്ച് മായ്ച്ച് കളയുവാനാണ് പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി ചെയ്യുന്നതാണ് പോലും. ഒരാളുടെ ജീവൻ പോയി കിടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ഗതികേടൊന്നും മറ്റൊരു പാർട്ടികൾക്കുമില്ല. ഇപ്പോഴുള്ള സത്യം എന്തെന്നാൽ CPM സ്ഥിരമായി കള്ള വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അനീഷ് എന്ന BLOയോട് കോൺഗ്രസ് BLO ആയ വൈശാഖിനെ കൂട്ടിക്കൊണ്ടു പോകരുത് എന്നും അവരുടെ കള്ളക്കളി പിടിക്കുമെന്നായപ്പോൾ അനീഷിനെ ഭീഷണിപ്പെടുത്തുകയും തുടർന്നുള്ള സമ്മർദ്ദത്തിൽ അനീഷ് ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത്. അതിനെ നിങ്ങളിനി എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല. കാരണം നിർണായക ശബ്ദ സന്ദേശം പുറം ലോകം കേട്ട് കഴിഞ്ഞു. ആ ഓഡിയോ ക്ലിപ്പ് കൂടി ചേർക്കുന്നു. ഞാൻ BLO അല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇടമല്ലേ? അല്ല, അത് ശരിയല്ലോ. എന്നാന്ന് പ്രശ്നം പറഞ്ഞാലേ പിന്നെ പറയാം. താല്പര്യമില്ല, നടക്കുന്ന തീരെ താല്പര്യമില്ല. രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്യില്ല. ചെറിയാക്കില്ല നമ്മളിൽ വേണ്ട. അത് ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ വരില്ല. പിന്നെ അതെ, അല്ല അവര് നമ്മൾ രഘുലേഖയുടെ കൊട്ടി നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു ആരെങ്കിലും. ഒന്നാമത് നിങ്ങൾ തായിലവർക്കൊന്നും അറിയില്ല. അതിന് കോൺഗ്രസ് ആണോ CPM ആണോ അതിനെ ഏതോ പാർട്ടിയെന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് വരുന്നത് നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു. നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ.
പിന്നെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് അത് എന്താണെന്ന് അവരിത്ര അവിടെ നമ്മളെ കാണാൻ പറയുന്നെല്ലാം പറയുന്നത് ഇങ്ങനത്തെ അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ തടയുന്ന പറയുന്നുണ്ട് എന്നാക്കണ്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓഫീസറായ വില്ലേജ് ഓഫീസർ ആരാണത് മോളില് ഇത് വിട്ട് നിങ്ങൾ ഇത് കൊടുക്കണ്ടായിരുന്നു. അവര് പറയുന്ന പിന്നെ ഒന്നും ഇതാക്കില്ല. അവര് ഞാൻ അങ്ങനെ പറയുന്നത്. അതെ അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അങ്ങ് എത്തിയിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കാൻ പറഞ്ഞ മറ്റേ വില്ലേജ് ഓഫീസിൽ വിളിച്ച് ഞാനോട് പറഞ്ഞ് പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കാൻ വരുന്നത്. അതെ നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നാൽ പിന്നെ വേറെയും പറയും നമ്മളെ കൂടുന്നില്ലെന്ന്. ഞാനത് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്ന പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾ വിളിക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. അല്ല നിങ്ങൾ ഇത് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് കളിയും ഭയങ്കര കുഴപ്പാക്കും പിന്നെ ഇതാക്കും എന്നല്ല അവര് പറയുന്നത്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്ത് നമ്മള് പണിയെടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞോ. പിന്നെ മറ്റേത് ഞാൻ പറയാം. എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, നിങ്ങളോടല്ലേ പറയുന്നല്ലോ. എന്നോട് റഫീഖ് വൈശാഖി എന്താ അതിനെ തടയുന്നോ പറയൂല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ അവനോട് പറഞ്ഞോളൂ. നിങ്ങളല്ലേ വിളിച്ചു പറയുന്നത് നമ്മ തടയുന്നില്ല ഇതിൽ നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാനുണ്ട്. പിന്നെ BLA മാറെ കൂട്ടി നടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാനല്ലേ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് റഫീഖ് നീ വൈശാഖ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത്. നിങ്ങളെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടിന്റെ വേണ്ടി ഞാൻ അപ്പൊ അത് നിങ്ങൾക്കല്ലേ പ്രശ്നമാവുകയാണ്. പ്രശ്നമാണ്. വേറെ നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം. അല്ലാതെ പിന്നെ നമുക്ക് കുറച്ചില്ല. അവര് പിന്നെ നിങ്ങളെ അങ്ങനെ പറയാം. നമ്മള് പിന്നെ എഴുതായി അതിനവര് ഇത് നിൽക്കാൻ കഴിയില്ല. അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. 5 മിനിറ്റ് ഞാൻ വിളിക്കാം.